22 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി കരിവേലിക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിലപ്പുറം സഹപ്രവർത്തകരോടും വിവിധ ആവശ്യങ്ങൾക്കായി തന്നെ സമീപിക്കുന്നവരോടും ഏറെ സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി ഇടപെട്ട് കൃത്യനിർവഹണത്തിൽ പൂർണ്ണ കൃത്യനിഷ്ഠ പാലിക്കുന്ന ജനകീയ ഉദ്യോഗസ്ഥനായിരുന്നു മുരിക്കാശ്ശേരി സ്വദേശി കൂടിയായ ജോഷി കരിവേലിക്കൽ. 22 വർഷത്തെ സേവനത്തിന് ശേഷം വാത്തിക്കുടി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ചുമതലയിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോഷിക്ക് പഞ്ചായത്ത് ഭരണസമിതി സ്നേഹോഷ്മളമായ യാത്രയപ്പാണ് നൽകിയത്. മുരിക്കാശ്ശേരിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ഞാൻ പറയാനിരുന്നാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ 100% ശരിയാണ്. ഈ ഞങ്ങൾക്ക് 3 പേർക്കും ജോഷിയുടെ ജില്ലാ പഞ്ചായത്ത് സേവനം വളരെ നല്ല നിലയിൽ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഞാൻ ഓർമ്മിക്കുകയായിരുന്നു, ജോഷി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ മാത്രമല്ല. ഞാൻ പറയുമായിരുന്നു പലപ്പോഴും ജോഷി ഒരു വർക്ക് ഹോളിക്കാണ്. അതായത് ജോലി ചെയ്യുക ജോലി ചെയ്യുക ജോലി ചെയ്യുക, ഇതായിരുന്നു അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്തിരുന്ന സന്ദേശം. പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുബി കുന്തളായിൽ, ഡോളി സുനിൽ, മാളവിക ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിലാനി സാബു, കഞ്ഞിക്കുരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണി, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം നോബിൾ ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രൊഫസർ ഷീല സ്റ്റീഫൻ മൊമൻറ്റോ നൽകി അനുമോദിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ജോഷി കരിവേലിക്കൽ മറുപടി പ്രസംഗവും നടത്തി. ജോഷിയുടെ സഹോദരനും ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറാളുമായ ഫാദർ ജോസ് കരിവേലിക്കലും ചടങ്ങിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.